ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഫ്രൈഡ് കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഒരു മാസം വരെ കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഈ ഒരു ബൗളിൽ 2 ബൗള് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ഒരു ബൗളിൽ തന്നെ 1 ബൗള് മൈദ. നമ്മൾ റവ എത്ര എടുക്കുന്നോ അതിൻ്റെ പാതി മാത്രം മൈദ എടുക്കുക കേട്ടോ. അപ്പോൾ 1 ബൗള് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മധുരം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 ബൗള് പഞ്ചസാര. ഈ ഒരു ക്വാണ്ടിറ്റി എനിക്ക് കറക്റ്റായിരുന്നു കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. എന്നിട്ട് 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെയും ചേർത്ത് നല്ല ഫൈനായിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നല്ല ഫൈനായിട്ട് നമ്മൾ പഞ്ചസാര അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൈദയും റവയും മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്തൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പഞ്ചസാരയും മൈദയും റവയും ബേക്കിംഗ് സോഡയും എല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് നമുക്ക് 3 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് 3 മുട്ട നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ചു. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. അവിടെ ഇപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ 3 മുട്ടയും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് മുട്ടയുടെ അടിച്ചെടുത്തത് നമുക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയും ആവരുത്, എന്നാൽ ഒരുപാട് വെള്ളവും ആവരുത് കേട്ടോ. അതായത് നമ്മൾ ഇഡ്ഡലി മാവിനെയൊക്കെ കുറച്ചും കൂടെ തിക്കിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പം പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കുഴക്കരുത്. അഥവാ നമുക്ക് കുഴച്ചെടുക്കാൻ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ മുട്ട തന്നെ 1 മുട്ടയും കൂടെ എടുത്തൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ച് കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളമോ പാലോ ഒന്നും ചേർക്കരുത്. അപ്പം നല്ല രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് പറ്റിയില്ല കേട്ടോ. ഞാൻ പിന്നെ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്താണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു മിക്സ് കിട്ടാൻ കേട്ടോ. അപ്പോൾ എന്താണ്ട് ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കറുത്ത എള്ള് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കറുത്ത എള്ള് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചധികം കറുത്ത എള്ള് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറുത്ത എള്ളും കൂടെയും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കുക. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അന്നേരം തന്നെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് എണ്ണയൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക. അത് കുറച്ച് നാൾ വെക്കണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതുപോലെ കയ്യിൽ നമ്മൾ കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. സ്പൂൺ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് കേട്ടോ തോന്നിയത്. വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്ക് ഒക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഹോസ്റ്റലിലുള്ള മക്കൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ളവർക്ക് നമുക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് കേട്ടോ. 1 മാസം വരെ മസ്റ്റായിട്ട് ഇത് കേടുകൂടാതെ ഇരിക്കുക. അതിനുള്ള ഉറപ്പ് ഞാൻ തരാം കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ തിരിച്ച് മറിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് വെച്ച് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് വറുത്ത് കോരാം. ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം.
അപ്പം നമ്മുടെ ഫ്രൈഡ് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.